A+Q സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മുടെ ഡേറ്റാ ബാങ്ക് വീണ്ടും ഒരു ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ 3 മാസത്തിനകം ഉണ്ടാകും എന്നുള്ളതായിരുന്നു ആ എപ്പിസോഡ്. നിരവധി ആളുകളുടെ കമൻറ്റ് ആ എപ്പിസോഡിന് വന്നിരുന്നു. പല ആളുകളും അത് നല്ലതെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ തന്നെ ആ കമൻറ്റിൽ എഴുതി അയച്ചിരുന്നു. എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് ഒരു പാലക്കാട് നിന്നുള്ള ഒരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു. പാലക്കാട് കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനാണ് എന്നെ വിളിച്ചത്. അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ട്. ഭൂമി പരിവർത്തനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഡേറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില അപേക്ഷകളൊക്കെ കൊടുത്തു. അതിൻ്റെ പിന്നാലെ നിൽക്കുന്ന വ്യക്തിയാണ്. അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം വിശദീകരിച്ചു. കയറി ഇറങ്ങി അദ്ദേഹത്തിന് മടുത്തു, മതിയായി എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. ഈ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന നിരവധി ആളുകൾ ഈ വാർത്ത കേട്ടതിന് ശേഷം ഇനിയെങ്കിലും തങ്ങളുടെ പ്രശ്നം മാറിക്കിട്ടുമോ എന്ന് ഒന്ന് തീർച്ചപ്പെടുത്തുന്നതിനായി എന്നെ പലരും വിളിച്ചു. നമ്പർ കൊടുത്തില്ലെങ്കിൽ എവിടെ നിന്നൊക്കെയോ കളക്ട് ചെയ്തവരെന്നെ വിളിച്ചു. വിളിച്ചവർക്കെല്ലാം തന്നെ ഒരു പ്രതീക്ഷ, ഈ ശുദ്ധീകരണം വരുന്നതോടുകൂടി തങ്ങളുടെ ഭൂമി വീണ്ടും ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായി കിട്ടുമോ എന്നുള്ളതാണ്. അതായത് ഡേറ്റാ ബാങ്കിൽ നിന്നും ഒഴിവായി കിട്ടുമോ. ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയ ഭൂമി നിങ്ങൾക്കറിയാം. ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് ഞാൻ ആ പഴയ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഈ റവന്യൂ റെക്കോർഡ്സിൽ എങ്ങനെയാണോ ഭൂമിയുടെ തരം നിലവിലുള്ളത് അത് കണക്കാക്കി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയാൽ പല ഭൂമിയും ഡേറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് എന്ന് തീർച്ചയാണ്. അപ്പോൾ സർക്കാർ എടുത്ത തീരുമാനം ഒരു ഡേറ്റാ ബാങ്കിലെ ഒരു ശുദ്ധീകരണം വേണം എന്നുള്ളതാണ്. ഡേറ്റാ ബാങ്കിൽ വന്നതും എന്നാൽ യഥാർത്ഥത്തിൽ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തേണ്ടതില്ലാത്തതുമായ ഭൂമിയെ ഒഴിവാക്കുക എന്നുള്ളതാണ് ശുദ്ധീകരണം എന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. വന്നത് യഥാർത്ഥത്തിൽ വരാൻ പാടില്ലാത്തതാണ്, അതിനങ്ങ് ഒഴിവാക്കി കൊടുക്കുക. ഈ ഫോം നമ്പർ 5 ആയിട്ട് ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ടതില്ല. ഫോം നമ്പർ 5 എന്ന് പറഞ്ഞാൽ ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കുന്നതായി ബന്ധപ്പെട്ട മറ്റ് ചില ഫോമുകളുണ്ട്. 6, 7 ഒക്കെ ഉണ്ട്, നമുക്ക് 9 ഒക്കെ ഉണ്ട്. ഇതെല്ലാം നിൽക്കട്ടെ. പക്ഷേ ഈ ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ആളുകൾ കയറി ഇറങ്ങേണ്ട അവസ്ഥ ഒഴിവാക്കാൻ ഡേറ്റാ ബാങ്കിൽ നിന്നും യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടിയിരുന്നത് സർക്കാർ തന്നെ സ്വമേധയാ അങ്ങ് ഒഴിവാക്കുന്നു. അതിനാണ് ശുദ്ധീകരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, പാലക്കാട്ട് നിന്നും ഈ കണ്ണാടിയിൽ നിന്നും വിളിച്ച ഈ വ്യക്തി എന്നോട് പറഞ്ഞത് അവിടെ ഇപ്പോൾ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടേണ്ടതില്ലാത്തതും കൂടി ഡേറ്റാ ബാങ്കിൽ നിലവിലില്ല. എന്നാൽ ചില ഭൂമി ഇനി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ചില ഉദ്യോഗസ്ഥർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വർത്തമാനം അവിടെ പരന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. നോക്കുക, നമ്മളെല്ലാം ഈ ശുദ്ധീകരണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഡേറ്റാ ബാങ്കിൽ ശരിക്കും വരേണ്ടതില്ലാത്ത ഭൂമിയെ സർക്കാർ തന്നെ ഡേറ്റാ ബാങ്കിൽ വന്നതുകൊണ്ട് ഒഴിവാക്കുന്നു. വളരെ നല്ല കാര്യമാണത്, കുഴപ്പമില്ല, അത് ചെയ്യേണ്ടതാണ്. അതിന് വൈകി വന്ന വിവേകം എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇനി വരാത്തതും കൂടി ഈ ഡേറ്റാ ബാങ്കിൽ അണിയടിച്ച് കയറ്റാനാണ് ശ്രമമെങ്കിൽ കേരളത്തിൽ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ബുദ്ധിമുട്ടിയ ജനങ്ങളല്ല, ഇനി കുറേ കൂടി ജനങ്ങളെ കൂടെ ബുദ്ധിമുട്ടിക്കാനാണോ സർക്കാരിൻ്റെ നീക്കം? ഡേറ്റാ ബാങ്കിൽ വന്നു, ശരി, അതിനെ ഒഴിവാക്കാൻ ജനം കയറി ഇറങ്ങി നടക്കുന്നു. നിങ്ങൾ അതിൽ ജനത്തിൻ്റെ ഈ കയറി ഇറങ്ങൽ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടി വരേണ്ടതില്ലാത്ത ഭൂമിയെ സർക്കാർ തന്നെ ഒഴിവാക്കുന്നു. നല്ലതല്ലേ? നിങ്ങൾ അത് ചെയ്യാതെ, അതിൻ്റെ പേരാണ് ശുദ്ധീകരണം. അല്ലാതെ പുതിയത് കൂട്ടിച്ചേർക്കുമ്പോൾ എങ്ങനെ അത് ശുദ്ധീകരണമാകും? ഡേറ്റാ ബാങ്കിലെ ഇതുവരെ ഇല്ലാത്തതും എന്നാൽ ഈ പറയുന്ന നിയമത്തിനകത്ത് വരുന്നതെല്ലാം കൂടി ചേർത്ത് വെച്ച് അത് വീണ്ടും ഡേറ്റാ ബാങ്ക് അങ്ങോട്ട് വിപുലപ്പെടുത്തുകയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ ഡേറ്റാ ബാങ്ക് ശുദ്ധീകരണമല്ല, ഡേറ്റാ ബാങ്ക് വിപുലീകരണം എന്ന വാക്കാണ് നമുക്ക് ചേർക്കേണ്ടി വരുന്നത്. ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്? ഇനിയും ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഇപ്പോൾ 2 ഇലക്ഷൻ, ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതാ വരാൻ പോവുകയാണ്. 6 മാസത്തിനുള്ളിൽ അത് വരും.
ഒരു വർഷത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജനങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണോ ഈ സർക്കാർ പിന്നെ ജനങ്ങളെ ഫേസ് ചെയ്യാൻ പോകുന്നത്, വോട്ട് ചെയ്യിക്കാൻ പോകുന്നത്? ഇപ്പോൾ തന്നെ ജനങ്ങൾ ഈ സർക്കാരിൻ്റെ ഡേറ്റാ ബാങ്ക് ഉൾപ്പെടെ നിരവധി കാര്യങ്ങളുണ്ട് സർക്കാരിനെ ജനങ്ങൾ വെറുത്തുപോയ കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഡേറ്റാ ബാങ്കാണ്. എനിക്ക് വ്യക്തമായിട്ടും അറിയാം, ഒരു വളരെ പ്രമുഖനായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ, ഒരു CPM പ്രവർത്തകൻ ഇതിലെ ഒരു എപ്പിസോഡിൽ കമൻ്റ് ഇട്ടിരുന്നു, ഈ സർക്കാരിന് ജനവിരുദ്ധമായ നിലയിൽ സർക്കാർ എടുത്ത ഒരു തീരുമാനമാണ് ഈ ഡേറ്റാ ബാങ്ക് പ്രശ്നം. ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്നത് നിയമമാണ്, ആ നിയമത്തിനൊന്നും ലംഘിക്കാൻ പറയുന്നില്ല. പക്ഷേ ഡേറ്റാ ബാങ്ക് ജെന്യൂൻ അല്ലാതെ പോയി, ഇല്ലെങ്കിൽ ഡേറ്റാ ബാങ്കിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേഗതയില്ലാതെ പോയി, അതിന് ശരിയായ ഡിസിഷൻസ് ഇല്ലാതെ പോയി, ഫോളോ അപ്പ് ചെയ്യാതെ പോയി, അതിനൊരു മോണിറ്ററിംഗ് ഇല്ലാതെ പോയി. ഈ നാട്ടിൽ പല ആളുകളും ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്നും തട്ടിയെടുത്തത്, കൈക്കൂലി എന്നുള്ള നിലയിൽ. പല ഉദ്യോഗസ്ഥന്മാരും, ഞാൻ എടുത്തു പറയുന്നില്ല, പല കാറ്റഗറി, ഇതുമായി ബന്ധപ്പെട്ട പല കാറ്റഗറിയിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഏജന്റുമാരും ഒക്കെ ചേർന്നാണ് ഇത് നടത്തിയിട്ടുള്ളത്. ചില കമൻറ്റുകൾ നിങ്ങൾ താഴേക്ക് നോക്കുക, നേരത്തെ ഉള്ള എപ്പിസോഡിനകത്ത് പല ആളുകളും പഴിക്കുന്നുണ്ട്. ആരെയൊക്കെയാണ് പഴിക്കുന്നത്? ചില പ്രത്യേക രാഷ്ട്രീയ കക്ഷികളെ പഴിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥരെ പഴിക്കുന്നുണ്ട്, പൊതുപ്രവർത്തകരെ, ഇതുമായി ബന്ധപ്പെട്ട ഏജന്റുമാരെ ഒക്കെ ആളുകൾ വിമർശിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ പോക്കറ്റ് ചോർന്നിട്ടുണ്ട്. ഇത് ചില്ലറയൊന്നുമല്ല. ഇതിനെ സംബന്ധിച്ച് ഒരു ഡീറ്റെയിൽസ് ഉണ്ട്, ഞാനത് അടുത്ത എപ്പിസോഡിൽ പറയാം. ഹൈക്കോടതിയിൽ എത്ര മനുഷ്യരാണ് വക്കീലന്മാർക്ക് ഫീസും കൊടുത്തിട്ട് കയറി ഇറങ്ങേണ്ടി വരുന്നത്, ഇപ്പോഴും എത്ര കേസുകളുണ്ട്. ഞാൻ അതിൻ്റെ കറക്റ്റ് ഒരു ഇൻഫർമേഷൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നുണ്ട്. പെൻഡിങ് ആയ കേസുകളും അതിൻ്റെ ഒരു സ്ഥിതിയുമൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോഴും എന്നെപ്പോലുള്ള അഡ്വക്കേറ്റുമാരെ എത്ര പേരാണ് സമീപിക്കുന്നത്. ഞാൻ അവരോടൊക്കെ പറയും, ഇപ്പോൾ ഈ ശുദ്ധീകരണം വരുന്നുണ്ട്, തൽക്കാലം നിങ്ങളൊന്ന് നിൽക്കൂ, എന്തെങ്കിലും തരത്തിൽ ആ ശുദ്ധീകരണത്തിൽ നിങ്ങളുടെ സ്വമേധയാ ആ ഭൂമി ഒഴിവാകുന്നുണ്ടെങ്കിൽ വെറുതെ വക്കീലിനും കോടതിക്ക് നിങ്ങൾ ഫീസ് നൽകേണ്ടതില്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ഈ കണ്ണാടിയിൽ നിന്നും ഈ ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വിളിച്ചു പറയുന്നത്, അവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സിലുള്ള നീക്കം നടക്കുന്നതായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. വളരെ മോശമാണ് ഈ സർക്കാരെ, നിങ്ങളിങ്ങനെയൊന്നും ചെയ്യരുത്. ഇനിയും നമ്മൾക്ക് നിയമം എന്ന് പറഞ്ഞാൽ നിയമം തന്നെയാണ്, നിയമം ലംഘിക്കാനൊന്നും പറയുന്നില്ല. പക്ഷേ നിയമം എന്തിനാണ്? ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല. അപ്പോൾ മനുഷ്യ നന്മയ്ക്ക് നിലകൊള്ളേണ്ട ഒരു നിയമത്തിനെ നമ്മൾ വ്യാഖ്യാനിച്ച് ഇല്ലെങ്കിൽ അതിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത് ഇനിയും വഷളാക്കാതിരിക്കാൻ നിങ്ങൾ സർക്കാർ തന്നെ മുൻകൈ എടുക്കണം എന്നേ പറയാനുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായും ഇതിനെ തുടർന്ന് വരാൻ പോകുന്നതൊക്കെ തന്നെ ജനകീയ രോഷത്തിൻ്റെ നാളുകളായിരിക്കും. ജനങ്ങൾ വിട്ടുകൊടുക്കില്ല, ജനങ്ങൾക്ക് പ്രതികരിക്കാനൊക്കെ അറിയാം. ആ പ്രതികരണം നമ്മൾ അടുത്ത കാലത്തൊക്കെ ചില കാര്യങ്ങളിലൂടെ കണ്ടറിഞ്ഞവരാണ്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ സർക്കാർ തന്നെ ഒരു നല്ല തീരുമാനം എടുത്തിട്ട് ആ നല്ല തീരുമാനത്തിന് ഇനിയും ചവിട്ടി കുഴയ്ക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർക്ക് വിട്ടുകൊടുക്കരുതേ എന്ന് മാത്രം പറഞ്ഞു വെക്കാനാണ് ഈ എപ്പിസോഡ്. മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ചില ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ, ഔദ്യോഗിക ഇൻഫർമേഷൻ അടുത്ത എപ്പിസോഡിൽ പറയാം.